മഴക്കാലമായാൽ എലിയുടെ ശല്യം ഭയങ്കര രൂക്ഷമായിരിക്കും. അത് അതിൻ്റെ മാളങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പെരയ്ക്കകത്തായിരിക്കും പിന്നെ അതിൻ്റെ വാസം. അപ്പോഴേ പെരയ്ക്കകത്ത് കാണുന്ന എലിയെയും വയലുകളിൽ കാണുന്ന എലിയൊക്കെ ഓടിക്കാൻ പറ്റിയ കിടിലൻ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പലിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്ത കപ്പലിൻ്റെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ഒരു ഹാഫ് ലെമണ് നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം ആകാതെ ശ്രദ്ധിക്കണം. അധികമായ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അത് നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തപ്പോൾ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് 1 സ്പൂൺ വെച്ച് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഉരുളയാക്കി ചെറിയ ഉരുളയാക്കി എടുക്കുന്നുണ്ട്. അപ്പം കൈ ഡ്രൈനെസ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴേ എല്ലാം ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എലി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. എലികൾ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങൾ, കബോർഡ്, സ്റ്റോർ റൂം, അരിയൊക്കെ വെക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ സ്ഥലങ്ങൾ, അതുപോലെ പിന്നെ ഡ്രെയിനേജ്, വീടിനുള്ളിൽ നിന്ന് പുറത്തോട്ടുള്ള ഡ്രെയിനേജ് സ്ഥലങ്ങൾ, ആ ഹോളിൽ കൂടെ ഒക്കെ എലി കയറി വരും. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. രാവിലെ ഒന്ന് ചെക്ക് ചെയ്യുകയും വേണം, എലി എടുത്തിട്ടുണ്ടോ, കൊണ്ടുപോയിട്ടുണ്ടോ, എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കുകയും വേണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിയത്തില്ല, അവർ അറിയാതെ എടുക്കുകയും ചെയ്യും. കൊച്ചുകുട്ടികളുള്ള വീടുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലൊരു പേപ്പറിൽ വെച്ചിട്ട് നമുക്ക് എലി കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ എലി എവിടെയാണോ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അവിടെ കൊണ്ട് വെക്കാവുന്നതാണ്. അപ്പോൾ പകൽ കാണത്തില്ലായിരിക്കും, എലി അങ്ങനെ ഇറങ്ങത്തില്ലായിരിക്കും. അപ്പോൾ രാത്രി ആയിരിക്കും ഈ എലി നമ്മുടെ അനക്കമില്ലാത്തപ്പോഴായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ രാത്രി വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതുപോലെ കുട്ടികളുള്ള വീടാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ അവരറിയത്തില്ല, അവരെടുത്ത് വായിലിടും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അടുത്ത ടിപ്പ്, അതിന് വേണ്ടിയിട്ട് 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇടികല്ലിലോട്ട് ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്ത് നമ്മൾ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ആ വെളുത്തുള്ളിയിലെ ആ ഗുണങ്ങളെല്ലാം വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങണം. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഡെറ്റോൾ ഒരു അടപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടൊക്കെ ആറി അതിലേക്ക് പിന്നീട് ഒരു അടപ്പ് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡെറ്റോളിന് പകരം ലൈസോൾ ആണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഡെറ്റോൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇടുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അതുപോലെ 1 ടീസ്പൂണ് ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്പ്രേ കുപ്പിയിലും ഇത് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ കുപ്പിയിൽ എടുക്കുമ്പോൾ നമ്മൾ ആ വെള്ളം മാത്രം അരിച്ച് വേണം ഒഴിക്കാനായിട്ട്. ആ കഷ്ണങ്ങളൊന്നും, ആ വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളൊന്നും ഇടരുത്, അത് ബ്ലോക്ക് ആവും. ഞാനിപ്പോൾ കുപ്പി എടുത്തേക്കുന്നതുകൊണ്ട് ആ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുപോലെ ആ വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളും അതിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിത് എലി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് തളിച്ചു കൊടുക്കാവുന്നതാണ്. എലികൾ മാത്രമല്ല, പല്ലികളും പാറ്റകൾക്കും ഒന്നും ഇതിൻ്റെ മണം ഇഷ്ടം ഉണ്ടാവില്ല, അതിൻ്റെ ശല്യം പിന്നീട് ഉണ്ടാകത്തില്ല. അപ്പോൾ 100% റിസൾട്ട് തരുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. ഇതിലുണ്ടായ അപ്പൂപ്പൻ താടിയൊക്കെ നമ്മൾ പറത്തി വിട്ടതൊക്കെ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് അപ്പൂപ്പൻ താടി ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. ഇതിന് പറയുന്ന പേര് എരിക്ക്. ഇത് എരിക്കാണ്. അപ്പോൾ എരിക്കിൻ്റെ ഇല നമ്മൾ എലിശല്യമുള്ള കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എരിക്കലിൻ്റെ ഇലയിൽ വരുന്ന ആ സ്മെല്ല് എലികൾക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് പിന്നെ ഇത് വരാതെ തന്നെ ആകും. 100% റിസൾട്ട് തരുന്ന ഒന്നാണ്. പണ്ട് വയലുകളിൽ കൃഷിക്കാർ ചെയ്തിരുന്ന സൂത്രമാണിത്. കൃഷി തുടങ്ങുന്നതിന് മുമ്പ് എരിക്കിൻ്റെ ഇല വയലുകളിൽ കൊണ്ടിട്ടിട്ട് പിന്നീട് അത് ഉഴുതെടുക്കുമ്പം ആ എരിക്കിൻ്റെ സ്മെല്ല് കാരണം ആ പ്രദേശത്തേക്ക് തന്നെ പിന്നീട് എലി അടുക്കത്തില്ല. അപ്പോൾ ആ എലിശല്യം തീരെ ഇല്ലാതാവുകയും ചെയ്യും. ഇത് ഒരുപാട് മെഡിസിനൽ ഗുണമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. കബോർഡ്, പിന്നെ സ്റ്റോർ റൂം, അങ്ങനെ എലികൾ വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. അങ്ങനെ എലിശല്യം ഒഴിവായി കിട്ടും. ഈ ടിപ്സുകളെല്ലാം പ്രയോജനപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഈ ടിപ്സുകളെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.